ഹലോ അസ്സാം വലൈക്കും. അപ്പം ഞങ്ങളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാഞ്ഞിരപ്പുഴ പോയ ചെറിയൊരു വീഡിയോ ആണ്. അധികമൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ തന്നെയാണ്. നീട്ടി വലിച്ചൊന്നും എടുത്തില്ല കേട്ടോ, കുറച്ചൊക്കെ എടുത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോയത് രാത്രിയായിരുന്നു. അപ്പോൾ പിന്നെ ഇരുട്ടായതുകൊണ്ട് തന്നെ പിന്നെ ഒന്നും അങ്ങനെ വലിയ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനെ എടുത്തില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ കറണ്ട് പോയോണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ ഞങ്ങൾ ഡാമിൻ്റെ മുകളിലേക്കാണ് പോണത്. അപ്പോൾ ഡാമിൻ്റെ മുകളിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അവിടെ ആദ്യം അടക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് ആദ്യം തന്നെ കയറിപ്പോയിട്ടോ. ഞങ്ങൾ കുൽക്കിളിയാട് പോയി ഇളയച്ചൻ്റെ വീട്ടിൽ പോയി അവിടുത്തെ കുട്ടീനെയൊക്കെ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾക്ക് നേരം വഴുകി കാഞ്ഞിരപ്പുഴ പോയത്. പിന്നെ ക്രിസ്മസിൻ്റെ അന്നാണ് ഞങ്ങൾ പോയത്, 25-ാം തീയതി. അപ്പോൾ അന്നായതുകൊണ്ട് തന്നെ 7 മണിക്ക് അടക്കേണ്ടതാണ്. അപ്പോൾ അന്നായതുകൊണ്ട് 8:30 വരെ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടിയിട്ട് ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ 6 മണിയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ആദ്യം ഡാമിൻ്റെ ഭാഗത്ത് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവിടെ 7:30 അടക്കും എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. അപ്പോൾ ഞങ്ങൾ ആദ്യം ഡാമിൻ്റെ ഭാഗത്തേക്കാണ് പോയത്. ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ, തണുപ്പും കാറ്റൊക്കെ ആയിരുന്നു. ഒരു മഴ വരുന്ന മാതിരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഡാമിൻ്റെ അവിടെ ആയതുകൊണ്ടാവും, പക്ഷെ ക്രിസ്മസിൻ്റെ അന്നായതുകൊണ്ട് തന്നെ ആ സമയത്തായതുകൊണ്ടാവും ചിലപ്പം തിരക്കൊക്കെ കുറേ കുറഞ്ഞിരുന്നു. അത്ര വലിയ തിരക്കെന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും തിരക്കുണ്ടായിരുന്നേനും. അപ്പം ഞങ്ങൾ ആദ്യം അങ്ങനെ ഈ ഡാമിൻ്റെ മേലെ ഭാഗത്ത് കൂടെ പോയി ഡാമൊക്കെ കണ്ടിട്ട് അങ്ങനെ താരം. അപ്പം ഉമ്മാക്ക് അമ്മായിമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മക്ക് സ്റ്റെപ്പ് കയറാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മ വന്നില്ല കേട്ടോ. ഉമ്മ അപ്പുറ ഭാഗത്ത് താഴത്ത് പോയി നിന്നു. ഞങ്ങളങ്ങനെ ഡാമിൻ്റെ മുകളിൽ കയറിയിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് താഴത്തേക്ക് പോയത്. അപ്പോൾ കണ്ടോ, വെള്ളമൊക്കെ കാറ്റ് കാരണം അതുകൊണ്ട് വെള്ളമൊക്കെ ഭയങ്കര ഇതാവുകയാണ് കേട്ടോ. നല്ല കാറ്റായിരുന്നു, നമ്മളൊക്കെ ഇങ്ങനെ പാറിക്കൊണ്ടുപോകുന്ന സൈസ് കാറ്റായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ ഡാമിൻ്റെ അവിടെ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങി. അപ്പോൾ തന്നെ ഇരുട്ടായി തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ വെളിച്ചം കുറവായിരുന്നു. അപ്പോൾ റിഹാന് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയലുണ്ട്, ഇങ്ങനെയുള്ള വീഡിയോകൾ പോകുമ്പോൾ ഇങ്ങനെ കളിക്കാൻ ഭയങ്കര പേടിയാണ് എനിക്ക്. അപ്പോൾ ഊഞ്ഞാലിലിരുന്ന് ആടിയത്. പിന്നെ ക്രിസ്മസിൻ്റെ അന്നായതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ പാട്ട് വെച്ചിട്ട് ഇതുപോലെ കിടന്ന് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ചെറിയപ്പക്കാർ കുട്ടികളാണ്, ചെറിയ മുത്തുമാരൊക്കെ പ്രായമുള്ള കുട്ടികളാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരിങ്ങനെ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല പാട്ട് വെച്ചിട്ട് ഡാൻസ് ചെയ്യട്ടെ. അപ്പോൾ ആ പാട്ട് ഞാൻ കൊടുത്തില്ല. ആ പാട്ട് കൊടുത്താൽ കോപ്പിറൈറ്റ് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ആ പാട്ട് ഞാൻ ഡിലീറ്റ് ആക്കിയത്. ആ പാട്ട് കൊടുത്തിട്ടില്ല ഞാൻ. അപ്പോൾ അങ്ങനെ അത് കണ്ടപ്പോൾ അതൊന്നും അങ്ങനെ വീഡിയോ എടുത്തു. അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ അന്നായതുകൊണ്ട് തന്നെ നല്ല കളർഫുള്ളായിട്ട് ലൈറ്റും ബൾബൊക്കെ ഇട്ടിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് പോന്നിരുന്നത്. അപ്പം ഞങ്ങൾ അങ്ങനെ പോയി അതൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞ് റിഹാൻ കുറച്ച് സമയമൊക്കെ കളിച്ചു കേട്ടോ. അപ്പോൾ നല്ല ഇരുട്ടായിട്ടോ. ഇതുണ്ടോ, ഈ സമയത്ത് ചില സമയത്ത് കറണ്ട് പോയിട്ടാണ്, കറണ്ട് പോകുന്ന സമയത്ത് തീരെ കണ്ണനെ കാണില്ല കേട്ടോ. അങ്ങനെയായിരുന്നു. അപ്പോൾ അത് മൊത്തത്തിൽ ഇരുട്ടാവും. ജനറേറ്ററൊന്നും ഉണ്ടായിരുന്നു, ജനറേറ്റർ ഉണ്ടായിരുന്നു എന്താ സാധാ വലിയ ബൾബുകളൊക്കെ കത്തുന്നു. പക്ഷേ ഇങ്ങനത്തെ ചെറിയ ബൾബുകളൊക്കെ കറണ്ട് വന്നിട്ട് കട്ടായി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കറണ്ട് വന്ന സമയത്ത് എടുത്ത വീഡിയോകൾ കുറേ ഞാൻ ഇന്ന് കട്ട് ചെയ്ത് കളഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സമയമൊക്കെ കളിച്ചു അവിടെ, ഊഞ്ഞാലിലാടി. അതുപോലെ തന്നെ അങ്ങനെ വലിയ ഇതിലൊന്നും കളിച്ചതൊന്നുമില്ല. എനിക്ക് ഊഞ്ഞാലിൽ എന്ന് പറഞ്ഞാൽ ആ വലിയൊരു ഊഞ്ഞാലിൽ നാടുക എന്നല്ലാതെ അല്ലാത്തതിലൊന്നും അങ്ങനെ കളിച്ചൊന്നുമില്ല. എനിക്ക് അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര പേടിയുള്ള കാര്യമാണ്. പിന്നെ അവിടെ ഞങ്ങളും പിന്നെ കുറേ സമയമൊക്കെ അതിലങ്ങനെ ഇരുന്നു. പിന്നെ കാണാനെന്ന് പറഞ്ഞാൽ അങ്ങനെ അതിലെ കൂടെ അങ്ങനെ കുറേ കണ്ടിരുന്നു. പക്ഷെ ആദ്യമൊക്കെ ചെന്നപ്പോൾ അവിടെ ഒരു വെള്ളത്തിൻ്റെ അവിടെ മ്യൂസിക്കായിട്ട് ബൾബൊക്കെ ഇട്ടിട്ട് നല്ല രസത്തിൽ കാണാനുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം അതൊന്നും കാണാനൊന്നുമില്ല കേട്ടോ. അതൊക്കെ എന്തായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ഞങ്ങൾ 1 വർഷം മുന്നേ തോന്നുന്നു അന്ന് പോയെന്ന് ഞങ്ങൾ എൻ്റെ നാട്ടിൽ കണ്ടുവരുന്ന ആൾക്കാർ വന്നപ്പോൾ ഞങ്ങൾ പോയിരുന്നു. പക്ഷെ അന്ന് ഞാൻ ഫുള്ള് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരുന്നു. പക്ഷെ അന്ന് ആ വീഡിയോ എടുത്ത് കുറച്ച് കഴിഞ്ഞോടെ എൻ്റെ ഫോണങ്ങ് കേടുന്നതുകൊണ്ട് എനിക്ക് ആ വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ആ സമയത്ത് അവിടെ നല്ല രസമുണ്ടായിരുന്നു. അന്നൊക്കെ ഭയങ്കര തിരക്ക്, പക്ഷെ അത്ര തിരക്കൊന്നും ഇപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അവിടുന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഒരു 8 മണി 7:30 ആയപ്പോഴത്തേന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. 7:30 ആയപ്പോഴത്തേനും ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങിയിട്ട് പിന്നെ കുറച്ച് സമയം ഞങ്ങൾ ആ പുറത്ത് അവിടെ കുറച്ച് സമയമൊക്കെ ഇരുന്നു. അപ്പോൾ ഉമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ അങ്ങനെ അതിലിങ്ങനെ കുറച്ച് സമയമൊക്കെ നടന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചതുണ്ടോ. കറണ്ട് പോയ സമയത്താണ് കേട്ടോ ഇത്. ഞാൻ കറണ്ട് പോയത് കുറേ കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു, പക്ഷെ അത് പോയിട്ടില്ല. അത് അവിടെ അതിലെങ്ങനെയോ പെട്ടുപോയി. ഈ കുട്ടികളെ ബോട്ടിങ്ങിൻ്റെ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ റിഹാനക്ക് കയറണം എന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഉറപ്പാണ് അവൻ അതിൽ കയറൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ രാത്രിയും കൂടിയല്ലേ, അപ്പോൾ പിന്നെ എന്തായാലും അവനെ അതിൽ കയറ്റിയിട്ടൊന്നുമില്ല. വെറുതെ കയറണം എന്നൊക്കെ പറഞ്ഞതാ. ഇതിൽ കുട്ടികളെന്നുണ്ടെങ്കിൽ കുറേ വലിയ കുട്ടികളിരുന്ന് കളിച്ചിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ കയറാൻ നിൽക്കണ്ടപ്പോൾ ആ കുട്ടികളൊക്കെ കണ്ട് മാറി തന്നിട്ടോ. എന്നിട്ട് അവർ സ്പീഡിലായിരുന്നു ഇത് കറക്കിയത്. അപ്പോൾ ഇവർക്ക് കയറാൻ പേടിയായിരുന്നു. അപ്പോൾ ആരില്ലാതെ ഇവനെ ഒറ്റയ്ക്ക് കയറ്റിയിരുത്തിയിട്ട് ഞങ്ങളൊന്ന് കറക്കി കൊടുത്തു. അപ്പോൾ അതൊക്കെ സ്പീഡ് കുറച്ചിട്ട് കേട്ടോ. ഇവനിക്ക് ഇങ്ങനെ ഭയങ്കര പേടിയാണ്, ഒന്നിലും കയറൂല. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ
ഭയങ്കര പേടിയുള്ള കാര്യമാണ്. ഇപ്പം എന്നാൽ പിന്നെ കുറേയൊക്കെ പേടി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം മുത്തുമോനോടൊരു കമ്പനിക്ക് ഇരുന്ന് കൊടുക്കുക കേട്ടോ. മുത്തുമോനോട്ട് ഇരുന്നതുമില്ല. അപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ തലകറങ്ങാന്ന് പറഞ്ഞിട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ നിർത്തി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അങ്ങനെ പോന്നു. പിന്നെ ഇവർക്ക് മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ബാത്റൂമിൽ പോയി. ഇടയ്ക്കിടയ്ക്ക് ഇരുട്ട് കാണുന്നത് കറണ്ട് പോണതാണ് കേട്ടോ. കറണ്ട് പോയ ഭാഗം ഞാൻ കുറേ കളഞ്ഞത്, പോകാതിരുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ. പിന്നെ ഇതുണ്ടോ ഇവിടെയൊക്കെ ആയിട്ട് ഇതുണ്ടോ, ഇതിൽ കുറച്ച് സമയം ഇത് ചെറുതാണ് കേട്ടോ. ഇതിൻ്റെ വലിയതിലിരുന്ന് ഉദർസാമ്പറം പറഞ്ഞ് വേണ്ട എനിക്ക് പേടിയാണ് എന്നിട്ട് ഏറ്റവും ചെറുത്ത് നോക്കി തിരഞ്ഞെടുത്തതാണ് കേട്ടോ. എന്നിട്ട് തന്നെ 4 ആൾ അപ്പുറം ഇപ്പുറം നിന്നിട്ട് ഒരാളപ്പുറത്ത് അങ്ങനെ 4 ആൾ നിന്നിട്ടാണ് വന്നതിൽ കയറിയത് കേട്ടോ. അത്രയും പേടിയാണ്. പിന്നെ എന്താ പറയുക, വലിയ ഊഞ്ഞാലിലും എനിക്കിരിക്കാൻ പേടിയില്ല കേട്ടോ. അതിൽ ഓനിരിക്കും. പക്ഷേ ഇതിലും അതുപോലെ തന്നെ കുട്ടികളെ ഊഞ്ഞാലില്ലേ, ചെറിയ ഊഞ്ഞാൽ, അതിലൊക്കെ ഇരിക്കാൻ ഭയങ്കര പേടിയാണ്. അതിലൊന്നും ഓനിരിക്കില്ല കേട്ടോ. പിന്നെ അത് അവിടെ നിന്ന് പോരുമ്പോൾ ഓനിക്ക് സ്ഥലം അവിടെ നിന്ന് കണ്ടപ്പോൾ ഓനിക്കൊന്ന് ഓടണം എന്നൊരാഗ്രഹം. അങ്ങനെ ഓൻ ഓടി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്ന് പിന്നെ ഞങ്ങൾ നേരെ അമ്പംകുന്നത്ത് വന്നു. അമ്പംകുന്നത്ത് ബീരാനോലിപ്പപ്പാൻ്റെ മക്കാമിലൊന്ന് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ സ്ഥലാത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലാത്തും ദുആയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അന്ന് ഇവിടുന്ന് ഞങ്ങളൊരു 4 മണിക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ 9:45 കേട്ടോ. അത്രയും ടൈമായി. അപ്പോൾ അവിടെയും കൂടെ പോയതുകൊണ്ടാണ് അത്രയും നേരം വൈകിയത്. അമ്പംകുന്നത്തും കൂടി പോയതുകൊണ്ട്. അപ്പോൾ ആ വരവിൽ തന്നെ അവിടെയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ആ വരുന്ന വഴിയിൽ തന്നെ ആയിരുന്നു അത്. നമുക്ക് അവിടെയും കൂടെ പോയി പോരാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെയും പോയി. മുത്തുമോന് എന്ത് നിർബന്ധം അവിടെ. അപ്പോൾ ഇതാ ഞാൻ പുറത്തുനിന്ന് പള്ളീൻ്റെ പുറത്തുനിന്ന് എടുത്ത വീഡിയോ ആണിത്. ഉള്ളിൽ വീഡിയോ എടുക്കരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. അമ്പംകുന്നത്ത് പള്ളിയാണിത്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തതാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.